ഹലോ ഗൈസ്, നമ്മളിന്ന് ഇവിടെ ചെയ്യുന്ന വീഡിയോ കാറുകളിൽ ഉപയോഗിക്കുന്ന ഡാഷ് ക്യാമിനെ കുറിച്ചാണ്. എൻ്റെ പുതിയ ടൊയോട്ട ഹൈറൈഡർ കാറിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ഡാഷ് ക്യാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പേര് റെഡ് ടൈഗർ FN എലൈറ്റ് അൾട്രാ ക്ലിയർ. ഇതിൽ ലൂപ്പ് റെക്കോർഡിംഗ്, സ്റ്റാർവിസ് ടെക്നോളജി, G സെൻസർ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട്. ടച്ച് സ്ക്രീനാണ്. 5.8 GHz വൈഫൈ കണക്ട് ചെയ്യാം. 4K ഫ്രണ്ട് ക്യാമറ, 4K റിയർ ക്യാമറ 1080 പിക്സൽ ഡ്യുവൽ ചാനലാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കാറുകളിൽ ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പ്രിഫർ ചെയ്യാവുന്നതാണ്. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. റെഡ് ടൈഗർ F7N എലൈറ്റ് എന്ന മോഡലാണ്. ഇതിൽ ലൂപ്പ് റെക്കോർഡിംഗ്, സ്റ്റാർവിസ് ടെക്നോളജി, G സെൻസർ. ഫ്രണ്ട് ക്യാമറ 4K ആണ് വരുന്നത്. റിയർ ക്യാമറ 1080 പിക്സൽ ഡ്യുവൽ ചാനലാണ്. 5.8 GHz വൈഫൈ, ടച്ച് സ്ക്രീൻ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കടക്കുകയാണ്. ഇത് ഓൺലൈനിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് 16,400 റുപ്പീസ് ആണ് ഇതിൻ്റെ ഓൺലൈൻ റേറ്റ് എനിക്ക് വന്നത്. അതിൽ ഡിസ്കൗണ്ട് കൂപ്പൺ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ മിക്കവാറും ഇതിലും കുറഞ്ഞ് കിട്ടുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും മുകളിലായി ഒരു പ്രൊസീജിയറാണ്, ഹൗ ടു ഫിക്സ് എന്നുള്ളതിൻ്റെ. F7N എലൈറ്റ് ഇത് കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു പ്രൊസീജിയറാണ് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് തുറക്കുമ്പോൾ ഒരു ബുക്ക്ലെറ്റാണ്. ഇതിൻ്റെ പ്രൊസീജിയറും ഉൾപ്പെടെയുള്ള യൂസർ മാനുവലാണ്. F7N എലൈറ്റ് യൂസർ മാനുവൽ ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു ക്വിക്ക് ബുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈനായി വാങ്ങുമ്പോൾ ഇതിനോടൊപ്പം ഒരു ഒട്ടിക്കാനുള്ള കവറിങ്ങുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇത് റെഡ് ടൈഗർ ഒരു താങ്ക് യു കാർഡും അത് കാണുന്നുണ്ട്. അതിനുശേഷം ഇത് റിയർ ക്യാമറ ഫിക്സ് ചെയ്യുന്നതിനുള്ള വയറിംഗ് കിറ്റ് ആയിരിക്കണം മിക്കവാറും. ഇതിൽ അല്ല, ക്യാമറ തന്നെയാണ്. ഓക്കെ, ഇതാണ് ക്യാമറ വരുന്നത്.
ഇത് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വയർ കിറ്റാണ്. വയറും ക്യാമറയും ഉൾപ്പെടെയുള്ള ഒരു സെറ്റാണ് ഇത്. 1080 പിക്സൽ റെസൊല്യൂഷനുള്ള ക്യാമറയാണ്. അതോടൊപ്പം തന്നെ പവർ സപ്ലൈ, ഓക്കെ. ഇത് ഈ വയറിംഗ് കിറ്റോട് കൂടി ഒപ്പം തന്നെ ഇതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ബോക്സിന് പുറത്ത് കൊടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ കേബിൾ വിത്ത് ചാർജർ, ടൂള്, കേബിൾ ക്ലിപ്സ്, അഡ്ഹസീവ് സ്ലിറ്റ് കവർ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൽ കാണുന്നത്. ഇതാണ് ടൂള് എന്ന രീതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പവർ സപ്ലൈ കേബിൾ വിത്ത് കാർ ചാർജർ, ഈ ചാർജർ ഉൾപ്പെടെയുള്ള കേബിളാണ് കാണിച്ചിരിക്കുന്നത്. അതിന് ശേഷം ഇത് ടൂള്. പിന്നെ ഈ കിറ്റിലുണ്ടായിരുന്നത് ഇത് കേബിൾ ക്ലിപ്പുകളാണ്. ഇത് നമ്മുടെ കേബിള് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതിനുള്ള ക്ലിപ്പുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഉള്ളത് ഇത് ക്യാമറയുടെ പുറകിലും ഒട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിക്സ് ചെയ്യാനുള്ള മറ്റു ഫിറ്റിങ്ങുകൾ ആണ് ഇതിൽ കാണുന്നത്. ഇതും അതാണ്, സ്ക്രൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മെയിനായിട്ടുള്ള ക്യാമറ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ക്യാമറ. ഇത് 16,400 രൂപയാണ് എനിക്ക് ഓൺലൈനിൽ ചിലവ് വന്നത്. 500 രൂപയുടെ ഒരു കൂപ്പൺ ഞാൻ കോഡ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് 500 രൂപ കുറവ് വന്നത്. അല്ലെങ്കിൽ 500 രൂപ കൂടുതൽ വരുമായിരുന്നു. മറ്റ് ചില ഡിസ്കൗണ്ട് കൂപ്പണുകൾ അവൈലബിൾ ആയിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അത്ര നിശ്ചയമില്ല. ഞാൻ അറിഞ്ഞത് 15,000 താഴെ നമുക്കിത് അവൈലബിൾ ആണ് എന്നാണ്. പക്ഷേ എനിക്ക് ഇത് 16,400 രൂപയോളം ചിലവായി. ഇതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. പവർ ബട്ടൺ, മെമ്മറി കാർഡ് സ്ലോട്ട്, USB ബട്ടൺ, മോഡ് ബട്ടൺ, ഡൗൺ ബട്ടൺ തുടങ്ങിയ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോളിയം കൂട്ടാനും കുറക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ USB കുത്താനുള്ള ഒരു ഇതും വരുന്നുണ്ട്. ലെൻസ് വരുന്നത് ഈ കവർ ചെയ്തിരിക്കുന്ന ഗ്രീൻ കളറിലെ കവറിങ് മാറ്റുന്നു. അതാണ് കവറിങ് ഉള്ളതാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതാണ് ക്യാമറ ആയിട്ട് വരുന്നത്. ഇത് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇത് ഈ രീതിയിലാണ് ഇത് പിടിപ്പിക്കേണ്ടത് ക്യാമറ. ഓക്കെ. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാറിൽ പിടിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കാം. ഡിയർ ഗൈസ്, നമ്മളിന്ന് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കാറിൽ എങ്ങനെ ഞാൻ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.